ഞാൻ കർത്താവ് താല്പര്യപ്പെടുകയാണ്. നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 4. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വീണ്ടും വായിപ്പാനായിട്ട് ഞാൻ താല്പര്യപ്പെടുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ എബ്രായ ലേഖനത്തെ നമ്മൾ ആദ്യത്തെ ക്ലാസ് നമ്മൾ പഠിച്ചപ്പോൾ പ്രധാനമായിട്ട് 3 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കുവാനിടയായിത്തീർന്നു. എബ്രായ ലേഖനത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് കർത്താവായ യേശു വലിയവൻ. പ്രധാനമായിട്ട് 3 ഭാഗങ്ങളായിട്ട് തിരിച്ചപ്പോൾ അന്ന് ഇല്ലാത്തവർ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്താട്ട്. പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിൻ്റെ പ്രധാന വേർഡ് സുപ്പീരിയോറിറ്റി, ബെറ്റർ ദാൻ, യേശു ക്രിസ്തു വലിയവൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയമായിരിക്കുന്നത്. ആ വിഷയത്തിൽ നിന്നുകൊണ്ട് പ്രധാനമായിട്ട് ഈ എബ്രായ ലേഖനത്തെ 3 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിച്ചു. എബ്രായ ലേഖനത്തെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചു. ദ ഫസ്റ്റ് പാർട്ട് ആയിരുന്നു സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ് ഇൻ പേഴ്സൺ. നിങ്ങൾ ആദ്യ ക്ലാസ്സിൽ വന്നിട്ടുള്ളവർ നോട്ട് എഴുതിയിട്ടുള്ളതാണ്, അല്ലാത്തവർ നിങ്ങൾ നോട്ട് ചെയ്യുക. സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ് ഇൻ പേഴ്സൺ, സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ് ഇൻ പേഴ്സൺ. ഒരു ഡാഷ് കൊടുത്തിട്ട് എഴുതിയാട്ട് മജസ്റ്റി ഓഫ് ക്രൈസ്റ്റ്, majesty of Christ. Hebrews chapter 1 verse 1 onwards, chapter 4 verse 13. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 4-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം വരെ ഈ ഭാഗം നമ്മൾ പഠിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ആളത്വത്തിൽ അവൻ സുപ്പീരിയർ, വലിയവനാണ്. എന്താണ് അത് വെളിപ്പെടുത്തുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മജസ്റ്റി, രാജകീയത. 2-ാമത്തെ ഭാഗം ദ സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ് വർക്ക്, കർത്താവായ യേശു ക്രിസ്തു പ്രവൃത്തിയിൽ വലിയവൻ, കർത്താവായ യേശു പ്രവൃത്തിയിൽ വലിയവൻ. ദ സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ് വർക്ക്. ഒരു ഡാഷ് കൊടുത്തിട്ട് എഴുതിയാട്ട് മിനിസ്ട്രി ഓഫ് ക്രൈസ്റ്റ്, കർത്താവായ യേശുവിൻ്റെ ശുശ്രൂഷ, മിനിസ്ട്രി ഓഫ് ക്രൈസ്റ്റ്. എബ്രായ ചാപ്റ്റർ 4 വേഴ്സ് 14 ടു എബ്രായ ലേഖനം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം മുതൽ 10-ാം അധ്യായം 18-ാമത്തെ വാക്യം വരെ, ചാപ്റ്റർ 10 വേഴ്സ് 18. 3-ാമത്തെ ഡിവിഷൻ ദ സുപ്പീരിയോറിറ്റി ഓഫ് ക്രിസ്ത്യൻ വാക്ക്, ദ സുപ്പീരിയോറിറ്റി ഓഫ് ക്രിസ്ത്യൻ വാക്ക്, ക്രിസ്തീയ നടത്തത്തിൻ്റെ മഹിമ. ഡാഷ് കൊടുത്തെഴുതിയാട്ട് മിനിസ്റ്റേഴ്സ് ഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകന്മാർ, മിനിസ്റ്റേഴ്സ് ഫോർ ക്രൈസ്റ്റ്. എബ്രായ ചാപ്റ്റർ 10 വേഴ്സ് 19 onwards, chapter 13 verse 25. എബ്രായ ലേഖനം 10-ാം അധ്യായം 19-ാമത്തെ വാക്യം മുതൽ 13-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം വരെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചത്, നിങ്ങൾ നോട്ട് ചെയ്തപ്പോൾ മനസ്സിലാക്കി നമ്മൾ പഠിച്ചത് സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ് ഇൻ പേഴ്സൺ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആളത്വപരമായിട്ട് യേശു വലിയവൻ. പ്രധാനമായിട്ട് നമ്മൾ കണ്ടു യേശു ആദ്യമായിട്ട് ആരെക്കാൾ വലിയവനായിരുന്നു? പ്രവാചകന്മാരെക്കാൾ വലിയവൻ. 2 യേശു ദൂതന്മാരെക്കാൾ വലിയവൻ. 3 യേശു മോശയേക്കാൾ വലിയവൻ. 4 യേശു യോശുവേക്കാൾ വലിയവൻ. ഈ 4 ഭാഗങ്ങളാണ് നമ്മൾ കാണുവാനായിട്ടിടയായിത്തീരുന്നത്. അപ്പോൾ ഇതോടുകൂടെ കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള ഇട ശേഷിച്ചിരിക്കുകയാൽ നമുക്ക് അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ തക്കവണ്ണം നാം ഭയപ്പെടുക. അവിടെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീരുന്നത്. ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള ഇട ശേഷിച്ചിട്ടുണ്ട്, എന്നാൽ നമുക്ക് അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ തക്കവണ്ണം നാം ഭയപ്പെടുക, അല്ലെങ്കിൽ നാം അതിന് വേണ്ടി ഉത്സാഹിക്കുക. ആ ഉത്സാഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞു: 1, ദൈവത്തിൻ്റെ വചനം സകലതും ഉള്ളതുപോലെ കാണുന്നു. ദൈവത്തിൻ്റെ വചനം സകലതും ഉള്ള പോലെ കാണുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ മറഞ്ഞിരിപ്പാൻ ആർക്കും സാധ്യമല്ല. 2ാമത് പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പിൽ സകലതും നഗ്നവും വളർന്നുമായിരിക്കുന്നു. അവരുമായിട്ടാണ് നമുക്ക് താല്പര്യമുള്ളത്. ശ്രദ്ധിച്ചോണെ ഞാൻ പറയുന്ന വേർഡ്. 1 പറഞ്ഞു ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള ഇട ശേഷിച്ചിരിക്കുകയാണ്. 2ാമത് പറഞ്ഞു ആ ഇട ശേഷിച്ചിട്ടുണ്ടെങ്കിലും 2 കൂട്ടം ആൾക്കാർ, അഥവാ 2 പ്രത്യേകമായിരിക്കുന്ന കാര്യങ്ങൾ
നമ്മെ പരിപൂർണമായിട്ട് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ പരിപൂർണമായിട്ട് ശോധന ചെയ്യുന്നുണ്ട്. അഥവാ അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണിന് തുല്യമായി സകൃതം കാണുന്നതായിരിക്കുന്ന രണ്ട് കണ്ണുകൾ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒന്ന്, ദൈവത്തിൻ്റെ വചനമാകുന്ന കണ്ണ്. രണ്ട്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കണ്ണുകൾ. ഇതാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചു തീർക്കുവാൻ ഇടയായി, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ ഇടയായി. ഓർമ്മയുണ്ടല്ലേ? കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പോൾ ഈ രണ്ട് കണ്ണുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കണ്ണുകളുടെ മുൻപിൽ മറച്ചു വെക്കുവാൻ ഒന്നുമില്ല. ആന്തരികമായത് മുഴുവൻ അത് വെളിപ്പെടുന്നതായിരിക്കുന്ന ഒന്നാണ് ഈ രണ്ട് കണ്ണുകളുടെ മുൻപിൽ. അതുകൊണ്ട് മറച്ചു വെക്കുവാൻ ഒന്നുമില്ലാത്തത് കൊണ്ട്, എന്നിട്ടും അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള ശേഷിച്ചിരിക്കുകയാണ്. അതിൽ ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഉത്സാഹിക്കുക. ഈ കണ്ണുകൊണ്ടാണ് നമ്മെ ശോധന ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഒരു വലിയ ചോദ്യം ചോദിക്കുവാൻ സാധിക്കും: ആർക്ക് ഈ സ്വസ്ഥതയെ കടക്കുവാൻ സാധിക്കും? ശ്രദ്ധിക്കണം എൻ്റെ പോയിന്റ്. ഇത് ആദ്യം പറയുന്നുണ്ട്, ഈ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള ശേഷിച്ചിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞു, ആ ശേഷിച്ചിരിക്കുന്നെങ്കിൽ തന്നെയും നമ്മെ വാച്ച് ചെയ്യുന്ന രണ്ട് കണ്ണുകൾ അത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മുടെ ആന്തരിക ഭാഗങ്ങളെ കൂടെ പരിശോധിക്കുന്നതായിരിക്കും. രണ്ട് കണ്ണുകൾ നമ്മെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കണ്ണ് നമ്മെ ശോധന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അതിൽ കൂടെ ഒന്ന് ചിന്തിക്കുവാൻ സാധിക്കും, സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ശേഷിച്ചിട്ടുണ്ടെങ്കിലും നമുക്കാർക്കും അങ്ങോട്ട് കയറാനായിട്ട് പറ്റത്തില്ല. കാരണം ഇത്രമാത്രം സൂക്ഷ്മതയോടുകൂടെ പരിശോധിക്കുന്ന ഒരു പരിശോധനയുടെ മുൻപിൽ എങ്ങനെ നമുക്ക് നിൽക്കുവാനായിട്ട് സാധിക്കും? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നോടുകൂടെ, ഇല്ലേ? ഓക്കെ, ഒരു ശബത്ത് നമുക്ക് കടക്കുവാനായിട്ടുണ്ട്. എന്നാൽ നമ്മെ നോക്കുന്ന കണ്ണുകൾ വളരെ സൂക്ഷ്മമായിട്ട് നമ്മെ നിരീക്ഷിക്കുമ്പോൾ ആ സൂക്ഷ്മമായിരിക്കുന്ന കണ്ണുകളുടെ മുൻപിൽ എങ്ങനെ നമുക്ക് സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാൻ സാധിക്കും? ആ കണ്ണുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി, വളരെ സൂക്ഷ്മതയോടുകൂടി കാണുന്നുവെങ്കിൽ, എത്രമാത്രം സൂക്ഷ്മതയോടുകൂടി ജീവിച്ചെങ്കിൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും ആ സ്വസ്ഥതയിലേക്ക് കടക്കുവാൻ സാധിക്കില്ല. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ സ്വസ്ഥതയിൽ കടക്കണമെങ്കിൽ ആ സൂക്ഷ്മതയുള്ള കണ്ണുകൾ കടന്നു വേണം കടക്കുവാൻ. അങ്ങനെയെങ്കിൽ അത് അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം മാനുഷികമായിരിക്കുന്ന ബലഹീനതകളോടുകൂടെ നമ്മൾ നിൽക്കുമ്പോൾ, മാനുഷികമായിരിക്കുന്ന ലോകത്തിൽ ഞാനും നിങ്ങൾ ജീവിക്കുമ്പോൾ, അഥവാ പാപപങ്കിലമായിരിക്കുന്ന ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും അത് അസാധ്യമായ കാര്യമാണ്. കാരണം എന്ത് നോക്കിയാലും പ്രശ്നങ്ങളുണ്ട്, എന്ത് നോക്കിയാൽ ചെയ്താലും പാപങ്ങളുണ്ട്. പാപത്തെ ഒന്ന് വിശകലനം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാപമില്ലാത്തത് ഒന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ലേ? മനുഷ്യൻ്റെ നല്ല പ്രവൃത്തികൾ തന്നെ പാപത്തിന് അടിമപ്പെട്ട് കിടക്കുക. ശ്രദ്ധിക്കുക, പറയുന്ന വേർഡ്, മനുഷ്യൻ്റെ നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് പാപത്തിന് അടിമപ്പെട്ട് കിടക്കുകയാണ്. വേദപുസ്തക തെളിവുണ്ട്. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, മനുഷ്യൻ്റെ നീതി പ്രവൃത്തി ദൈവത്തിന് മുൻപാകെ കറപരണ്ട തുണി പോലെയായിരിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ നീതി പ്രവൃത്തികൾ എന്ന് പറയുന്നത് വരെ ദൈവത്തിന് മുൻപിൽ കറപരണ്ട തുണി ആയിരിക്കുന്നുവെങ്കിൽ, ഈ കറപരണ്ട തുണി എൻ്റെ നീതി പ്രവൃത്തിക്ക് മുൻപിൽ ദൈവം കാണുന്നുവെങ്കിൽ, ഈ നീതി പ്രവൃത്തി കൊണ്ട് ഞാൻ എങ്ങനെ ശബത്തിലേക്ക് കടക്കും? ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? ഈ നീതി പ്രവൃത്തി കൊണ്ട് ഞാൻ ശബത്തിലേക്ക് കടക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ നീതി പ്രവർത്തനം കൊണ്ട് എനിക്ക് ശബത്തിലേക്ക് കടക്കുവാൻ സാധ്യമല്ലേ? പിന്നീട് എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു വരുവാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച ഭാഗം ഇപ്രകാരമാണ്. ഒരിക്കൽ കൂടെ എല്ലാവരും ചേർന്നോട് 14-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിച്ചാട്ട്. പ്രൈസ് ഗോഡ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആകയാൽ ഈ രണ്ട് കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പൗലോസ് അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒന്ന് പറഞ്ഞു കടക്കുവാനിടമുണ്ട്, രണ്ടാമത് പറഞ്ഞു കടക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും മുൻപിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുകയാണ്, ആകയാൽ എങ്ങനെ അത് സാധിക്കും എന്നുള്ളത് അവിടെ ചൂണ്ടിക്കാണിക്കും. അവിടെ പറയുന്നത്, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. ഹോൾഡ് ഫാസ്റ്റ് അവർ പൊസിഷൻ. നമ്മുടെ പൊസിഷൻ നമ്മുടേതായിരിക്കും, നമ്മുടെ അവസ്ഥകളെ നമ്മൾ മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന് ഇടയുണ്ട്, രണ്ട് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ബുദ്ധിമുട്ടിന് മുൻപിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക. എന്താണ് മുറുകെ പിടിക്കുവാനായിട്ട് പറഞ്ഞത്? നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക. എന്താ അതിൻ്റെ കാരണം? ഇത്രമാത്രം അഗ്നിജ്വാലയ്ക്കൊത്തൽ കണ്ണുള്ള ദൈവത്തിന് മുൻപിൽ
മുൻപിൽ എങ്ങനെ നിൽക്കുവാൻ സാധിക്കും? അതിൻ്റെ പ്രത്യേകതയാണ് അവിടെ പറയുന്നത്. ഈ പ്രത്യയമായിരിക്കുന്ന ഇട ശേഷിച്ചിട്ടുണ്ട്, എന്നാൽ കടക്കുവാൻ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എന്നെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആ വിഷയത്തിന്മേൽ എന്നെ പരിപൂർണമായിട്ട് സഹായിപ്പാൻ കഴിവുള്ള ഒരുവൻ ഇന്ന് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത് ഭാഗത്തുണ്ട്. ശ്രദ്ധിക്കണമേ നിങ്ങൾ എന്നോടുകൂടെ. ഇവിടെ നമ്മൾ കാണുന്നത് ഇടശേഷിച്ചിരിക്കുകയാണോ, എന്നാൽ കടക്കുന്നതിന് മുമ്പ് സൂക്ഷ്മതയോടുകൂടെ ദൈവം നിരീക്ഷിക്കുന്നു. സൂക്ഷ്മതയോടുകൂടെ ദൈവം നിരീക്ഷിക്കുന്നുവെങ്കിൽ അതിൻ്റെ മുൻപിൽ എങ്ങനെ പോയി നിൽക്കുവാൻ സാധിക്കും? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുൻപായിട്ട് ഒരുവൻ കടന്നു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് മുമ്പായിട്ട് ശ്രേഷ്ഠ മഹാപുരോഹിതൻ, പിതാവിൻ്റെ അടുക്കിലേക്ക് ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു മഹാപുരോഹിതൻ, ഇനിയുമുള്ള ദിവസങ്ങളിൽ ആകാശത്തിൽ കൂടെ കടന്നുപോയതായിരിക്കുന്ന മഹാപുരോഹിതൻ, ആ മഹാപുരോഹിതന്റെ ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ ചില പ്രത്യേകതകൾ, പ്രവർത്തനങ്ങൾ നമ്മൾ പഠിക്കുവാനായിട്ട് പോവുകയാണ്. ഹംദലല ബക്കാലബല കരങ്ങളുയർത്തി അല്പനിമിഷങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടോ. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ, യേശുക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ പറയുന്ന വേർഡ് ഒരിക്കൽ കൂടി ഞാൻ വായിപ്പിക്കട്ടെ. 14-ാമത്തെ വാക്യം ശബ്ദമുയർത്തി ആരെങ്കിലും ഒരാളുടെ വായിച്ചാട്ട്. പ്രൈസ് ഗോഡ്. കർത്താവായ യേശുക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ജീസസ് ക്രൈസ്റ്റ് ആസ് ദ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ്. ഒന്ന് നോട്ട് ചെയ്താട്ട്. ജീസസ് ക്രൈസ്റ്റ് ആസ് ദ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ്, ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ഈ ലോകത്തിൽ മറ്റ് ഒരു മഹാപുരോഹിതനും ഈ ഒരു പദവി പേര് ലഭിച്ചിട്ടില്ല. കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ ഈ പേര് ലഭിച്ചിട്ടുള്ളൂ. ആ പേരെന്ന് പറയുന്നത് ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ്. പ്രധാനമായിട്ട് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ആ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ് എന്ന് നമ്മൾ കാണുമ്പോൾ എന്താണോ ഇവിടെ ഈ 14-ാമത്തെ വാക്യം മുതൽ പറയുന്നത്, 14-ാമത്തെ വാക്യം നമ്മൾ കാണുന്നത്, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. ദ ഫസ്റ്റ് തിങ് അവിടെ പറയപ്പെടുന്നത്, വി ഹാവ് ആൻ ഹൈ പ്രീസ്റ്റ് ഹൂ എൻറ്റേർഡ് ഇൻ ടു ശബത്ത്. വിശ്രമത്തിലേക്ക് കടന്ന ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. ദ ഫസ്റ്റ് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്താണ്. വേഴ്സ് 14. പിന്നീട് നമ്മൾ ആ വിഷയം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. വേഴ്സ് 14 അവിടെ പറയുന്ന, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട്. അപ്പോൾ എന്താ ഈ പുരോഹിതൻ്റെ പ്രത്യേകത? ഈ പുരോഹിതൻ എൻറ്റേർഡ് ഇൻ ടു ദ ശബത്ത്, വിശ്രമത്തിലേക്ക് കടന്നതാണ്. 2, ഈ മഹാപുരോഹിതൻ്റെ പ്രത്യേകത അവിടെ പറയുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ഹീ ഈസ് ഏബിൾ ടു ഷോ സിമ്പതി. നമ്മോട് കരുണ കാണിക്കുവാൻ കഴിവുള്ളവൻ. എന്നിട്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. കരുണ കാണിക്കുവാൻ കഴിവുള്ളവൻ. ഹീ ഈസ് ഏബിൾ ടു ഷോ സിമ്പതി. വേഴ്സ് 15 നെക്സ്റ്റ് പറയുന്നു, അതുകൊണ്ട് കരുണലിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൽ അടുക്കിലേക്ക് കടന്നില്ല. വി ക്യാൻ ഗോ നിയർ ടു ഹിം ബോൾഡ്ലി വേർ ഹി ഈസ്. അവൻ എവിടെയായിരിക്കുന്നുവോ നമുക്ക് ധൈര്യത്തോടുകൂടെ കടന്നു പോകാൻ സാധിക്കും. വി ക്യാൻ ഗോ നിയർ ടു ഹിം ബോൾഡ്ലി വേർ ഹി ഈസ്. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ, പൗരോഹിത്യം എന്ന് പറയുന്നത് 1-2 വേർഡുകൾ കൂടെ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കും. പൗരോഹിത്യം എന്ന് പറയുന്നത് പഴയ നിയമത്തിൻ്റെ പാറ്റേൺ, മാതൃകയാണ്. ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതായിരിക്കുന്ന, മരുഭൂമിയിൽ വെച്ച് കൊടുത്തതായിരിക്കുന്ന ന്യായപ്രമാണത്തോടു കൂടെ ചേർന്ന് ആരാധനയ്ക്കുള്ളതായിരിക്കും ചട്ടങ്ങൾ, ചിട്ടകളൊക്കെ കൊടുത്തപ്പോൾ അന്ന് കൊടുത്തത് വാസ്തവമായതിൻ്റെ നിഴലായതിലാണോ അവരെ ശുശ്രൂഷിക്കുവാൻ കാരണമായി തീർന്നത്. എൻ്റെ പിന്നിൽ കാണുന്ന ഇതാണ് സമാഗമന കൂടാരം എന്ന് പറയുന്നത്. ഈ സമാഗമന കൂടാരം എന്ന് പറയുന്നത് സ്വർഗീയമായതിൻ്റെ ഒരു നിഴലാണ്. എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു കൂടാരം സ്വർഗത്തിലുണ്ട്. സ്വർഗീയമായതിൻ്റെ നിഴലായിരിക്കുന്ന ഈ കൂടാരത്തിൽ പ്രധാനമായിട്ട് അതിൻ്റെ 3 പാർട്ടുകളാണ്. ഇത് ഇസ്രായേൽ മക്കൾ ക്യാമ്പ് പഠിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അതിനകത്ത് 3 പ്രധാനപ്പെട്ട പാർട്ടുകളുണ്ട്. ഒന്ന്, അതിൻ്റെ പ്രാകാരം എന്ന് പറയുന്ന ഈ സ്ഥലം, ഇതാണ് പ്രാകാരം. പ്രാകാരത്തിൻ്റെ തൊട്ട് മുൻഭാഗത്തായിട്ട്, എൻ്റെ ഭാഗത്തായിട്ട് ഒരു വിശുദ്ധ നിവാസത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് അങ്ങ് എൻഡിലുള്ള വിശുദ്ധ നിവാസം. ഈ വിശുദ്ധ നിവാസത്തെ പ്രധാനമായിട്ട് 2 പാർട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന്,
ഇത് വിശുദ്ധ സ്ഥലവും 2 അതിവിശുദ്ധ സ്ഥലവും. പ്രധാനമായിട്ട് ഈ പ്രാകാരത്തിൽ വെച്ചിരിക്കുന്ന 2 ഉപകരണങ്ങളുണ്ട്. ഇത് മുഴുവൻ ഒരു വെള്ള തുണി കൊണ്ട് കർട്ടനാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് മറ്റ് ആർക്കും ഇതിനകത്തേക്ക് പ്രവേശനമില്ല. പ്രവേശിക്കുവാനുള്ള ഒരേ ഒരു വാതിലേ ഉള്ളൂ. അതാണ് ഈ ഫ്രണ്ട് സൈഡിലുള്ള വാതിൽ. ഈ വാതിൽ കൂടെ അകത്തേക്ക് കടക്കുന്ന ഒരാൾ ആദ്യം കടന്നു ചെല്ലുന്നത് താമ്ര യാഗപീഠത്തിങ്കിലേക്കാണ്. താമ്ര യാഗപീഠത്തിങ്കിൽ ചെല്ലുന്നത് അവിടെയാണ് ഇവർ യാഗം കഴിക്കുന്നത്. ഏത് വ്യക്തി അവരുടെ പാപത്തിന് വേണ്ടി ഒരു മൃഗമായിട്ട് കടന്നു ചെല്ലുന്നുവോ അവരിവിടെ വരെ കടന്നു ചെന്നോ അവിടെ വെച്ച് അവരുടെ പാപങ്ങൾക്ക് വേണ്ടി മൃഗത്തെ യാഗമായി കഴിച്ച് ഇതിനു മുൻപോട്ട് കടന്നു പോകുവാൻ ഒള്ളി പുരോഹിതന്മാർക്ക് മാത്രമേ സാധ്യമാകത്തുള്ളൂ. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് ഇവിടെ വരെ നിൽക്കുവാനേ സാധിക്കത്തുള്ളൂ. അന്ന് ആ പ്രത്യേകമാർക്ക് സമയത്ത് സ്ത്രീകൾ ഈ സമാഗമന കൂടാരത്തിൽ ചെന്നതായിട്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നില്ല. പിന്നെയോ അതിനുശേഷമായിട്ട് പിന്നീട് കഴിപ്പിച്ച ദേവാലയത്തിൽ സ്ത്രീകൾക്ക് കടന്നു ചെല്ലുവാനുള്ള ഒരു പോർഷൻ അവിടെ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് കടക്കുവാൻ സാധിക്കുന്നത് ഒരു ജാതീയ വ്യക്തിക്ക് കടക്കുവാൻ സാധ്യമല്ല. ഉള്ളി ഇസ്രയേലില് പുരുഷന്മാർക്ക് മാത്രമേ കടന്നു ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ. അവർ കടന്നു ചെന്ന് ഈ താമ്രയാഗപീഠങ്ങളിൽ യാഗം കഴിച്ചിട്ട് അതിൻ്റെ യാഗരക്തം അവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടി തളിച്ചുകൊണ്ട് നേരെ പുരോഹിതൻ ആ രക്തവും എടുത്തുകൊണ്ടാണ് മുൻപോട്ട് കടന്നു പോകുന്നത്. ഇതിൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നത് ഒരു ലെവർ, ഒരു തൊട്ടിയാണ്, താമ്രത്തൊട്ടി. ഈ തൊട്ടിക്കകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ പുരോഹിതൻ അകത്തേക്ക് കടക്കുമ്പോൾ ഇവിടെ വന്നിട്ട് ഈ തൊട്ടിയിൽ നിന്ന് വെള്ളമെടുത്ത് തൻ്റെ കൈകാലുകൾ കഴുകി അതിനുശേഷം മാത്രമേ പുരോഹിതന് വിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നുപോയി തിരിച്ചു വരുമ്പോഴും ഈ താമ്രത്തൊട്ടിക്ക് അവിടെ വന്ന് തൻ്റെ കൈകാലുകൾ വെള്ളം കൊണ്ട് കഴുകിയിട്ട് മാത്രമേ തനിക്ക് പുറത്തേക്ക് വരുവാൻ സാധിക്കുകയുള്ളൂ. ഈ വിശുദ്ധ സ്ഥലത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വിശുദ്ധ സ്ഥലത്തിൻ്റെ 2 ഭാഗങ്ങളായിട്ട് അതിനെ തിരിക്കുന്നു. ഒന്ന് വിശുദ്ധ സ്ഥലമെന്നും 2 അതിവിശുദ്ധ സ്ഥലമെന്നും. ഈ കാണപ്പെടുന്ന പാർട്ടുകളാണ് വിശുദ്ധ സ്ഥലമെന്ന് പറയുന്നത്. വിശുദ്ധ സ്ഥലത്തിന് ഇതുപോലെ തന്നെ ഇത് ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുന്നുവെങ്കിലും ഇറ്റ്സ് നോട്ട് ഓപ്പൺ. അത് പൂർണ്ണമായിട്ട് ക്ലോസ്ഡ് ആയിരിക്കുന്ന ഓരോ ഗോത്രങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിരിക്കുന്ന അപ്പമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നേരെ മുൻപോട്ട് കടന്നു വരുമ്പോൾ ധൂപപീഠമുണ്ട്. ഈ ധൂപപീഠം സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ഈ ധൂപപീഠത്തിലാണ് ധൂപം കാട്ടിക്കൊണ്ടേയിരിക്കുന്നത്. മഹാപുരോഹിതൻ പതിവായിട്ട് കടന്നു വന്ന് ശുശ്രൂഷിക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത് നേരെ ഈ എൻട്രൻസിലൂടെ കടന്നു വന്ന് ഓൾറെഡി ഇവിടെ നിലവിളക്ക് കത്തിക്കൊണ്ടിരിക്കും. അപ്പം ദിവസവും വീക്കുന്നതും മാറ്റിക്കൊണ്ടേയിരിക്കും. അതിനുശേഷം ഈ ധൂപപീഠത്തിൻ്റെ അവിടെ വന്ന് ധൂപം കാട്ടുന്നു. ഈ ധൂപം ആണ് നേരെ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മിലൊരു കട്ടൻ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. ആ കട്ടനിൽ കൂടെ, ആ വാതിൽ കൂടെ മാത്രമേ അകത്തേക്ക് കടക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മഹാപുരോഹിതന് പതിവായിട്ട് കടന്നു ചെല്ലുവാൻ സാധിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അതെങ്കിലും അഹരോന്റെ 2 മക്കൾ മരിച്ചത് മുഖാന്തരമായിട്ട് ആണ്ടിൽ ഒരിക്കൽ മാത്രം 7-ാം മാസം 10-ാം തീയതി മഹാപുരോഹിതൻ രക്തത്തോടുകൂടെ കടന്നു പോകുന്ന സ്ഥലമാണ് കൃപാസനം. ഇതാണ് കൃപാസനം എന്ന് പറയുന്നത്. ഒരു പെട്ടിയാണ്. ആ പെട്ടിക്കകത്ത് പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. 1 മന്ന ഇട്ട് വെച്ചായിരിക്കുന്ന പെൺപാത്രമുണ്ട്. 2 അഹരോൻ്റെതായിരിക്കുന്ന തളുത്ത വടിയുണ്ട്. 3 ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്തതായിരിക്കുന്ന കൽപ്പനകൾ. ഇതാണ് ഈ പെട്ടിക്കകത്തിരിക്കുന്നത്. പെട്ടിയുടെ പുറം ഒരു മൂടിയാണ്. ആ മൂടിയുടെ 2 വശത്തും 2 കെരൂബുകൾ വെച്ചിട്ടുണ്ട്. ആ കെരൂബുകളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് സ്വർഗ്ഗസ്ഥനായിരിക്കുന്ന ദൈവം അവരോട്, മഹാപുരോഹിതനോട് സംസാരിക്കുന്നത്. ഇതാണ് കൃപാസനം എന്ന് പറയുന്നത്. ഈ കൃപാസനത്തിലേക്ക് പുരോഹിതൻ കടന്നു ചെല്ലുന്നതിന് മുമ്പ് നിങ്ങൾ വായിച്ച ഭാഗത്തിൽ അത് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാണുന്നത് പുരോഹിതൻ അകത്തേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ധൂപപീഠത്തിൽ ധൂപം ഇട്ട് ധൂപത്തിന് താഴേക്ക് പുക കൊണ്ട് കംപ്ലീറ്റ്ലി കൃപാസനം ഫില്ല് ചെയ്യും. കൃപാസനത്തെ നേരിട്ട് കാണുവാൻ സാധ്യമല്ല. പുരോഹിതന് പോലും തൻ്റെ നഗ്നമായിരിക്കുന്ന കണ്ണുകൊണ്ട് കൃപാസനം കാണുവാൻ സാധ്യമാകാതെ ഈ കൃപാസനം മുഴുവൻ പുക കൊണ്ട് നിറയപ്പെടും. അതിൻ്റെ ഉള്ളിലേക്കാണ് ആണ്ടിലൊരിക്കൽ 1 തൻ്റെ പാപത്തിന് വേണ്ടിയുള്ള രക്തത്തോടും 2 ദേശത്തിൻ്റെ പാപത്തിന് വേണ്ടിയുള്ള രക്തവുമായിട്ട് പുരോഹിതൻ കടന്നു ചെന്ന് ഈ കട്ടൻ്റെ മുൻപിൽ ദൈവ രക്തം തളിച്ച് തുടർന്ന് കൃപാസനത്തിന് മേൽ രക്തം തളിക്കുന്നു. ഇവിടെ വെച്ച് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് പുരോഹിതൻ മടങ്ങി വരികയാണ്.
നിങ്ങൾ മനസ്സിലാക്കണം, ആണ്ടിൽ ഒരിക്കൽ മാത്രമേ ഈ പ്രത്യേകമായിരിക്കുന്ന സ്ഥാനത്ത് കടന്നു ചെല്ലുവാൻ അന്നത്തെ പൗരോഹിത്യത്തിന് സാധ്യമായിട്ടുള്ളൂ. എന്നാൽ പതിവായിട്ട് കടന്നു പോകുവാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണെങ്കിലും അവരുടെ പാപം മുഖാന്തരമായിട്ട് ദൈവം ആദ്യമായിട്ട് തിരഞ്ഞെടുത്ത അഹരോന്റെ 2 മക്കൾ, അവർ 2 പേരും പാപം ചെയ്തതുകൊണ്ട് ദൈവം അവരെ നശിപ്പിക്കുവാനായിട്ടിടയായിത്തീർന്നു. ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ കടന്നു പോകുമ്പോൾ മഹാപുരോഹിതന് പ്രധാനമായിട്ട് 5-6 വിധമായിരിക്കുന്ന വസ്ത്രങ്ങളാണ് മഹാപുരോഹിതന്റെ വസ്ത്രമെന്ന് പറയും. നമ്മൾ ദൈവം അനുവദിക്കുന്നെങ്കിൽ നമ്മൾ ആ ഭാഗത്തേക്ക് ചിന്തിക്കും. ഇത് ഒരു പ്രീസ്ലി 7-ാം മാസം 10-ാം തീയതി മഹാപുരോഹിതൻ ആലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, സമാഗമന കൂടാരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ധരിക്കേണ്ടതായിരിക്കുന്ന വിശുദ്ധ വസ്ത്രമാണ് ഇത്. പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി, അതുപോലുള്ളതായിരിക്കുന്ന ഒരു തലക്കെട്ട്, അതോടൊപ്പം തന്നെ ഒരു നടുക്കെട്ട്, ഇതാണ് പുരോഹിതന്റെ ആഫ്റ്റർ ഓൾ വസ്ത്രം. എന്നാൽ ദൈവം മഹാപുരോഹിതന് തൻ്റെതായിരിക്കുന്ന മഹത്വത്തിനും അലങ്കാരത്തിനുമായിട്ട് ഒരു വസ്ത്രം കൊടുത്തു. അതാണ് നമ്മൾ ഈ കാണുന്നതായിരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെ വെളിപ്പെടുത്തുന്ന വസ്ത്രങ്ങളാണ്. ഇത് വെറും ആഭരണത്തിന് വേണ്ടി അല്ലെങ്കിൽ അലങ്കാരത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾ മാത്രമല്ല. ഇതിൻ്റെ ഓരോ പാർട്ടുകൾ ഒരു മഹാപുരോഹിതൻ്റെ ശുശ്രൂഷയാണ് ഇത് പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തുന്നത്. മഹാപുരോഹിതൻ എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഏതെല്ലാം ശുശ്രൂഷയാണ് ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ പൗരോഹിത്യ വസ്ത്രത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഏതെല്ലാം ഭാഗം എത്രത്തോളം കവർ ചെയ്യുവാൻ സാധിക്കുമെന്നോ എനിക്ക് അറിയത്തില്ലെങ്കിൽ ഒരുമാതിരിയൊക്കെ ഒന്ന് കവർ ചെയ്തു പോകാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. പ്രധാനമായിട്ട് നിങ്ങൾ വേദപുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വന്നാൽ ഈ അഹരോന്റെ പൗരോഹിത്യം അഥവാ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ വേർഡ് നിങ്ങൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് എ പാറ്റേൺ. ഒരു പഴയ നിയമത്തിൻ്റെ ഒരു വരുവാനുള്ളതിൻ്റെ ഒരു നിഴലായിരുന്നു, ഒരു മാതൃകയായിരുന്നു. ഇറ്റ്സ് എ പാറ്റേൺ, മാതൃകയായിരുന്നു. ഒന്ന് നോട്ട് ചെയ്താട്ട്. പുരോഹിതൻ്റെ താഴ്ക്കുന്ന വസ്ത്രത്തിലേക്ക് കടന്നു വന്നാട്ട് എബ്രായ ലേഖനം എക്സോഡസ് ചാപ്റ്റർ 28 വേഴ്സ് 4 വേഴ്സ് 2 വായിച്ചിട്ട് വേഴ്സ് 4 വായിച്ചാൽ 2-ാമത്തെ വാക്യം വായിച്ചിട്ട് 4-ാമത്തെ വാക്യം. നമ്മൾ വായിക്കുന്നത് പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 2-ാമത്തെ വാക്യമാണിപ്പോൾ വായിച്ചത്. തുടർന്ന് വായിക്കേണ്ടത് 4-ാമത്തെ വാക്യം. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ പറയപ്പെടുന്ന ഭാഗമെന്ന് പറയുന്നത്, അവിടെ പറയപ്പെടുന്ന ഇപ്രകാരമാണ്: നിന്റെ സഹോദരനായ അഹരോന് വേണ്ടി മഹത്വത്തിനും അലങ്കാരത്തിനുമായി വിശുദ്ധ വസ്ത്രമുണ്ടാക്കണം. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന പൗരോഹിത്യ വസ്ത്രത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് മഹത്വത്തിന്, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടതിന്, ദൈവത്തിൻ്റെ അലങ്കാരം വെളിപ്പെടുത്തേണ്ടതിന്. അഥവാ ദൈവസന്നിധിയിൽ നിൽക്കുന്ന പുരോഹിതൻ ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയതുകൊണ്ട് ദൈവം എത്രമാത്രം മഹത്വമുള്ളവരാണ്, ദൈവം എത്രമാത്രം അലങ്കാരമുള്ളവരാണ്, ദൈവത്തിൻ്റെതായിരിക്കുന്ന അലങ്കാരവും മഹത്വവുമാണ് ആ പുരോഹിതനിൽ കൂടെ വെളിപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ പെട്ടെന്ന് നമ്മൾ ഓടിച്ച് വായിച്ച് പറഞ്ഞു പോയി. എന്നാൽ ഈ ഒരു പൗരോഹിത്യ ഡ്രസ്സിന് തന്നെ ഏകദേശം കോടിക്കണക്കിന് രൂപ വില വരും. അത്രമാത്രം വിലപിടിപ്പുള്ള ഒരു വസ്ത്രമാണ് ഈ പുരോഹിതൻ ധരിക്കപ്പെട്ടതായിരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് വായിച്ചോട്ടെ 4-ാമത്തെ വാക്യം. 6 വിധ വസ്ത്രങ്ങളാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. 6 വായിച്ചോട്ടെ വേഴ്സ് 4. നോട്ട് ചെയ്താട്ട്. അവർ ഉണ്ടാക്കിയിടുന്ന വസ്ത്രമോ പതക്കം. ഇതാണ് പതക്കം എന്ന് പറയുന്നത്, ന്യായവിധി പതക്കം. ഇത് പ്രധാനമായിട്ട് ഇതൊരു ഒരു പോക്കറ്റ് പോലുള്ള ഒരു ഒരു കാര്യമാണ്. ഈ പോക്കറ്റ് പോലുള്ളതിനകത്ത് ആക്ച്വലി ഈ പോക്കറ്റ് പോലുള്ളതിൻ്റെ പുറത്ത് 12 വിധ രത്നങ്ങളാണ് ഇതിൽ അലങ്കാരമായി വച്ചിരിക്കുന്നത്. 12 വിധ രത്നങ്ങൾ. ഇതിനകത്ത് 2 കല്ലുകൾ അടക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഊറീമും തുമ്മീമും എന്ന് പറയുന്നത്. അവിടെ വെച്ച് അതിൽ കൂടെയാണ് മഹാപുരോഹിതൻ ദൈവികമായിരിക്കുന്ന അരുളപ്പാടുകൾ, ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ അദ്ദേഹം പ്രാപിക്കുന്നത്. നെക്സ്റ്റ്, ഏഫോദ് എന്ന് പറയുന്നത് ഈ പുറമേ കാണുന്ന ഈ അങ്കിയാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ട്. ഈ അങ്കിക്കൊരു പ്രത്യേകത ഉണ്ട്. ഇത് പ്രധാനമായിട്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്, വായിച്ചോട്ട് അതിൻ്റെ 28-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യം വേഴ്സ് 6. പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, യെസ്. അപ്പോൾ 5 വിധമായിരിക്കുന്ന മെറ്റീരിയലാണ് അതിൽ യൂസ് ചെയ്യുന്നത്. ഒന്ന്
പൊന്ന്, നീലനൂൽ, തൂമ്പനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞുനൂൽ. ഇതെന്ന് പറയുന്ന പൊന്ന് ഈ പ്രത്യേകമായ സ്ഥാനത്ത് ഒരു നൂലിൻ്റെ വണ്ണത്തിൽ നൂലുമായിട്ട് മിക്സ് ചെയ്ത് ഉള്ള ഒരു നാണ് ഇതാണ് ഏഫോദ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡും ഏഫോദ് ഉണ്ട്. അതിൻ്റെ 2 കണ്ണികൾ കൊണ്ട് ഇതിനെ കോത്ത് വെച്ചിരിക്കുകയാണ് ഈ 2 ഭാഗം. ഈ 2 ഭാഗത്ത്, ഈ കോത്ത് വെച്ചിരിക്കുന്ന ഈ 2 ഭാഗത്ത് 2 ഗോമേദക കല്ലുകൾ വെച്ചിട്ടുണ്ട്. ഒരു ഗോമേദക കല്ലിൽ ഇസ്രായേൽ ഗോത്രത്തിൽ 6 ഗോത്രങ്ങളുടെ പേര് ഇവിടെയും മറ്റേ 6 ഗോത്രങ്ങളുടെ പേര് മറുസൈഡിലും ഗോമേദക കല്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ആ തോളത്ത് വെച്ചിരിക്കുന്ന 2 കല്ലുകൾ, ആ 2 കല്ലുകളിൽ ഏഫോദിനെ ഒരുമിപ്പിച്ച് നിർത്തിയിരിക്കുന്ന കെട്ടിവെച്ചിരിക്കുന്ന ആ കെട്ടിൻ്റെ മുകളിലായിട്ടുള്ള ആ പൊന്തടത്തിൽ 2 കല്ലുകൾ പതിപ്പിച്ചിട്ടുണ്ട്. ഒരു കല്ലിൽ ഇസ്രായേൽ ഗോത്രത്തിൻ്റെ 6 ഗോത്രങ്ങളുടെ പേരും മറ്റേ കല്ലിൽ 6 ഗോത്രങ്ങളുടെ പേരും എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഗോത്രം 12നെയും പുരോഹിതൻ ചുമലിൽ വഹിച്ചുകൊണ്ടാണ് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. ദാറ്റ് മീൻസ് പുരോഹിതന് കൊടുത്തിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ് തന്നെ ഭരമേൽപ്പിച്ച ജനത്തെ ചുമന്നുകൊണ്ട് ദൈവസന്നിധിയിലെ കടക്കാരങ്ങൾ ഉയർത്തി ദൈവത്തെ ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഏഫോദ് തുടർന്ന് എന്ത്? നീലക്കുപ്പായം. ഇതാണ് നീലക്കുപ്പായം എന്ന് പറയുന്നത്. ആക്ച്വലി അത് പൗരോഹിത്യത്തിൻ്റെ പ്രധാനപ്പെട്ട വസ്ത്രത്തിൽ നീല നിറം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതായിരിക്കുന്ന ഒരു കുപ്പായമാണ്. അത് ഒരു പർട്ടിക്കുലർ ഭാഗം വരെ നിൽക്കും. അതിൻ്റെ അടിയിൽ താമ്രമണി 2 പ്രത്യേകമായ കാര്യങ്ങൾ, ഒരു മാതളപ്പഴം, ഒരു മണി, ഇത് 2ഉം കൂടെയാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. ഈ വസ്ത്രത്തിൻ്റെ, നീല വസ്ത്രത്തിൻ്റെ താഴെ ഇവിടെ കാണുന്നത് ഒരു മാതളപ്പഴം, മറ്റൊന്ന് മണി. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഇവിടെ പുരോഹിതൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഈ ആണ്ടിലൊരിക്കൽ കടന്നു ചെല്ലുന്ന സമയത്ത് അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു മനുഷ്യന് പോലും സമാഗമന കൂടാരത്തിൽ നിൽക്കുവാൻ സാധ്യമല്ല. അവരെല്ലാവരും വെളിയിലായിരിക്കും. എന്നാൽ ഒരു പർട്ടിക്കുലർ സമയം വരെ വെളിയിൽ നിൽക്കുന്നവർ പുരോഹിതനകത്ത് ജീവനോടുണ്ട് എന്ന് അറിയപ്പെടുവാനുള്ള മാർഗമാണ് ഈ മണികളുടെ ശബ്ദം അകത്ത് മുഴങ്ങിക്കൊണ്ടിരിക്കും. ഇത് അകത്ത് താന് മൂവ് ചെയ്യുമ്പോൾ ഈ വസ്ത്രത്തിന്മേലുള്ള മണികൾ ഒന്ന് മൂവ് ചെയ്യുന്ന ശബ്ദം കേൾക്കുമ്പോൾ പുറത്തു നിൽക്കുന്ന ജനത്തിന് മനസ്സിലാകും ഈ ആള് അകത്ത് മരിച്ചിട്ടില്ല, ജീവനോട്. എന്നാൽ കുറച്ച് സമയം മണിയുടെ ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ തൻ്റെ കാലിൽ ഒരു നിയമത്തിൽ ഒരു നിഴലായിട്ട് ഉള്ളതാണ്. എന്താണ് പഴയ നിയമത്തിൻ്റെ നിഴല്? പഴയ നിയമത്തിൻ്റെ നിഴലെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയാണ് മഹാപുരോഹിതൻ വെളിപ്പെടുത്തുന്നത്. അഥവാ അഹരോൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിഴലായിരുന്നു. അഹരോനും അവൻ്റെ സന്തതികളും മഹാപുരോഹിതന്മാർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിഴലായി. എന്നാൽ പഴയ നിയമ പുരോഹിതന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും വിളിച്ചിരിക്കുന്ന ഒറ്റ പേരാണ് അവർ മഹാപുരോഹിതന്മാർ. എന്നാൽ അതിനകത്ത് ഒരൊറ്റയൊരാളെ മാത്രമേ ശ്രേഷ്ഠ മഹാപുരോഹിതൻ വിളിച്ചിട്ടുള്ളൂ. അത് മറ്റാരെയുമല്ല, അരുമരക്ഷിതാവായ യേശു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ സ്ഥാനവസ്ത്രങ്ങളെല്ലാം ഇവർ ധരിച്ചിട്ട് ഈ എല്ലാ റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ടായിരുന്നുവെങ്കിലും ഇവരാരും അതുപോലെ ചെയ്തിട്ടില്ല. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, അങ്കി ധരിച്ചിട്ടുണ്ട്, ചുമൽക്കണ്ടങ്ങളിൽ ഗോമേദകക്കല്ലുണ്ട്, അകത്ത് ന്യായവിധി പതക്കമുണ്ട്, ഇതെല്ലാം അവർ ധരിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥമായിട്ട് ആ ജോലി അവരാരും പൂർണ്ണതയോടെ ചെയ്തിട്ടില്ലെന്നല്ല, എല്ലാവരും അപൂർണരായിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് ഇവരാരും ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്നുള്ള പദവിക്ക് യോഗ്യമായില്ല. എന്നാൽ അരുമരക്ഷിതാവായ യേശു ഈ പ്രത്യേകമായ സ്ഥാനത്ത് നിൽക്കുമ്പോൾ യേശുവിനെ വെളിപ്പെടുത്തുന്നത് ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ എന്തെല്ലാമാണ് ഈ വസ്ത്രം വെളിപ്പെടുത്തുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ ചുമതലകളെ വെളിപ്പെടുത്തി, എന്തെല്ലാം ശുശ്രൂഷകളെ വെളിപ്പെടുത്തുന്നുവോ അത് മുഴുവൻ ആ ദൈവം ആഗ്രഹിക്കുന്ന പദവിയിൽ നിന്നുകൊണ്ട് ചെയ്യുവാൻ ഇടയായിത്തീർന്നത് അരുമരക്ഷിതാവായ യേശു.
യേശുക്രിസ്തുവിന് മാത്രമേ അത് ചെയ്യുവാനിടയായിട്ടുള്ളൂ. അപ്പോൾ പഴയ നിയമത്തിൻ്റെ മഹാപുരോഹിതൻ പുതിയ നിയമത്തിൻ്റെ നിഴലായിരിക്കുന്നു. അത് ആരെ ചൂണ്ടിക്കാണിക്കുന്നു? അരുമരക്ഷിതമായ യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ അഹരോൻ എന്നുള്ള പുരോഹിതൻ ഇന്ന് ആരെ റെപ്രസെൻ്റ് ചെയ്യുന്നു? അഹരോൻ എന്നുള്ള പുരോഹിതൻ ഇന്ന് സഭയെ റെപ്രസെൻ്റ് ചെയ്യുന്നു. കാരണം നമ്മളെല്ലാവരും ഇന്ന് ആരായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും എന്ത് ധരിച്ചാണ് നിൽക്കുന്നേ? പാസ്റ്റർമാർ മാത്രമല്ല, നമുക്കെല്ലാവർക്കും ദൈവം ഈ വസ്ത്രം തന്നിട്ടുണ്ട്. ഈ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, കർത്താവ് ഈ മഹാപൗരോഹിത്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുകയുണ്ടായി. 3 വിധ പൗരോഹിത്യത്തെ നമ്മൾ കാണുന്നുണ്ട് വേദപുസ്തകത്തിൽ. 1 അഹരോന്റെ പൗരോഹിത്യ ശുശ്രൂഷ, 2 കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ, 3 സഭയുടെ പൗരോഹിത്യ ശുശ്രൂഷ. ഈ 3 പുരോഹിതന്മാരെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. 1 മഹാപുരോഹിതൻ, ഇസ്രയേലിൽ തിരഞ്ഞെടുക്കപ്പെട്ട മഹാപുരോഹിതന്മാരുണ്ടായിരുന്നു. അവർ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തു. മറ്റാർക്കും അകത്ത് കടക്കുവാൻ സാധ്യമല്ല. 2 ദൈവം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ. 3 ഇന്ന് സഭയെ ഫലമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം, 1 പത്രോസ് 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നത് നിങ്ങൾ രാജകീയ പുരോഹിത വർഗം. അപ്പോൾ നമ്മളെല്ലാവരും ആരായിരിക്കുന്നു? പുരോഹിതന്മാർ എന്ന്. അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു തീർക്കുവാൻ ആഗ്രഹിച്ചത്, ദൈവം കാണിച്ച ഒരു നിഴലായിരുന്നു അന്നത്തെ മഹാപുരോഹിതനെങ്കിൽ ആ മഹാപുരോഹിതൻ ഇന്ന് ആരെ റെപ്രസെൻ്റ് ചെയ്യുന്നു? കർത്താവ് യേശുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ആരായിട്ട്? ശ്രേഷ്ഠ മഹാപുരോഹിതനായിട്ട്. എന്നാൽ ഇന്ന് അതാരെ റെപ്രസെൻ്റ് ചെയ്യുന്നു? നമ്മെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ നോക്കണം. 2 ഈ പ്രത്യയമായിരിക്കുന്ന വിഷയത്തിൽ ഞാനിവിടെ അവസാനിപ്പിക്കുക. എനി ക്വസ്റ്റ്യൻസ്? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? യെസ്. ഈ സമാഗമന കൂടാരോ? ഓക്കെ. സമാഗമന കൂടാരം ആക്ച്വലി നമ്മൾ കാണുന്നത് 3 വാതിലാണ് സമാഗമന കൂടാരത്തിനകത്തുള്ളത്. 3-ാമത്തെ വാതിൽ കടക്കുമ്പോഴാണ് ദൈവം ഇരിക്കുന്ന കൃപാസനത്തിലേക്ക് കടന്നുവെന്ന്. നമ്മൾ ഇന്ന് ദൈവത്തെ ആരാധിക്കുന്ന പോലെ ആരാധിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ചെല്ലണം. അതിന് 3 വാതിൽ കടക്കേണ്ടിയിരിക്കുന്നു. 1 ഫസ്റ്റ് ആ പ്രാകാര വാതിൽ, അതാണ് വഴി. ഞാനല്ലാതെ വേറൊരു വഴിയില്ല അകത്തേക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടക്കുവാൻ. 2 സത്യം, ട്രൂ, സത്യത്തോടു കൂടെ മാത്രമേ അകത്ത് കടക്കുവാൻ സാധിക്കുള്ളൂ. 3 ജീവൻ, അകത്ത് വരുമ്പോഴാണ് ജീവൻ പ്രാപിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഉപകരണങ്ങളെക്കുറിച്ച് കാണുമ്പോൾ 1 താമ്രയാഗപീഠം. താമ്രയാഗപീഠം വെളിപ്പെടുത്തുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് മനസ്സിലാക്കേണ്ട അടുത്ത ശനിയാഴ്ച BTHന് കടന്നു വരിക. ഓക്കെ. 2 താമ്രത്തൊട്ടി. ഈ തൊട്ടിക്കകത്ത് പ്രധാനമായിട്ട് വെള്ളമാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ വിശുദ്ധ സ്ഥലത്തിൻ്റെയും പ്രാകാരത്തിൻ്റെയും എൻട്രൻസ് തമ്മിൽ എന്തോ ദൂരമുണ്ട്. അതിൻ്റെ ആ 3-1 ഭാഗത്തായിരിക്കും താമ്രത്തൊട്ടി ഈ താമ്രയാഗപീഠം വെച്ചിരിക്കുന്നത്. അതിനും ഇതിനും ഇടയിലായിരിക്കും ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ താമ്രത്തൊട്ടി എന്ന് പറയുന്നത് വാസ്തവത്തിൽ അത് ചൂണ്ടിക്കാണിക്കും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകാൻ സാധിക്കുന്ന പുരോഹിതന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഈ താമ്രത്തൊട്ടി ദൈവത്തിൻ്റെ വചനത്താൽ ശുദ്ധീകരണം പ്രാപിക്കേണ്ടത് ആവശ്യമെന്ന് ഓരോ പ്രാവശ്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വലിയ ഉദ്ദേശമുണ്ട്. ഇത് സ്നാനത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഓക്കെ. വെള്ളം കൊണ്ട് കഴുകപ്പെട്ട് അകത്തേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഉള്ളത് നിലവിളക്കാണ്. ഈ നിലവിളക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ 7 വിധ പ്രവർത്തനങ്ങൾ. അത് നമുക്ക് യെശയ്യാപ്രവചനത്തിൽ കാണുവാൻ സാധിക്കും. അതിൻ്റെ മറു സൈഡ് നിൽക്കുന്നത് ഒരു മേശയാണ്. ആ മേശപ്പുറത്ത് 12 അപ്പം വെച്ചിട്ടുണ്ട്. ഈ അപ്പം ഓരോന്നും ഇസ്രായേൽ മക്കളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് കർത്താവായ യേശു പറഞ്ഞ ജീവൻ്റെ അപ്പമെന്ന് വെളിപ്പെടുത്തുന്ന ഭാഗമാണ്. ഇതിൻ്റെ മുകളിൽ കുന്തിരിക്കം വെച്ചിട്ടുണ്ട്. അത് യാഗത്തിന് വേണ്ടി അത് സൗരഭ്യവാസത്തിന് വേണ്ടിയുള്ളതാണ്. ഇത് വെളിപ്പെടുത്തുന്നത് ധൂപപീഠമാണ്. ധൂപപീഠം വെളിപ്പെടുത്തുന്നത് പ്രാർത്ഥനയെ ചൂണ്ടിക്കാണിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയോടുകൂടെ അകത്ത് കടക്കുമ്പോൾ നെക്സ്റ്റ് സ്ഥലമാണ്
കൃപാസനം എന്ന് പറയുന്നത്. ഈ കൃപാസനം വെളിപ്പെടുത്തുന്നത് ആരാധനയെ ചൂണ്ടിക്കാണിക്കുന്നു. അവിടെയാണ് ദൈവത്തോട് നാം യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെടുന്നത്. വേറെ ഒരു മനുഷ്യനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഈ തിരുനിവാസത്തിലെ സകല ജോലിയും ചെയ്യുന്നത്, ഈവൻ ചാരം കൊണ്ടുപോകുന്നത്, ചാരം വാരുന്നതും, പ്രത്യേകിച്ച് ഈ യാഗമൃഗത്തെ കൊണ്ട് പോകുന്നത്, ഇതെല്ലാം ചെയ്യുവാനുള്ള ജോലി പുരോഹിതന്മാർക്ക്. വേറെ ആർക്കും അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഒരു സാധാരണപ്പെട്ട ഇസ്രായേലിന് ഇവിടെ വരെ വരാൻ പറ്റത്തുള്ളൂ. ഇതിനപ്പുറത്തോട്ട് ഒരു നോർമൽ ഇസ്രായേലിന് കയറാൻ പറ്റത്തില്ല. ഇവിടുന്ന് മുൻപോട്ട് കടന്നു പോകണമെങ്കിൽ അവൻ പുരോഹിതനായിരിക്കണം. പുരോഹിതന്മാർക്കല്ലാതെ ആർക്കും ആ സ്ഥലം കടക്കുവാൻ സാധ്യമല്ല. കടന്നാൽ അവരന്നേരം മരിക്കും. കാരണം ദൈവത്തിൻ്റെ ഹോളിനെസ്സിലേക്ക് അവർ കടക്കുവാൻ പറ്റത്തില്ല. എനിത്തിങ് എൽസ്? ഞാൻ ഇതിൻ്റെ ബേസിസ് എന്നുകൊണ്ടായിരിക്കും നമ്മളിനി പഠിക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. അതെ, സിബി പാസ്റ്റർ പറഞ്ഞു, ഉസിയ രാജാവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ധൂപം കാട്ടാൻ ചെന്നു. അവിടെയാണ് ഉസിയ മരിച്ചു പോകാൻ കാരണമായിരിക്കുന്നത്. ഇവൻ ദൈവത്തിന് ഇഷ്ടമുള്ളൊരു രാജാവായിരുന്നു. പക്ഷെങ്കിൽ ദൈവഹിതത്തിന് വിരുദ്ധമായിരിക്കുന്ന ശുശ്രൂഷ ചെയ്തത് അവിടെ വെച്ച് മരിച്ചു വീഴുവാൻ കാരണമായി തീർന്നു.